ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ശനിയാഴ്ച ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ശനിയാഴ്ച ദിവസം ജനറേറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം മൊത്തത്തിൽ 4-5 ജനറേറ്റർ ഉണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ജനറേറ്ററിൻ്റെ അടുത്തും പോയി അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ജനറേറ്റർ റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യം നമ്മൾ ബ്രേക്കർ ഓഫ് ചെയ്യണം. ഓട്ടോയിലാണ് കിടക്കുന്നത്. നമ്മൾ മാനുവലിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. കാരണം ജനറേറ്റർ സൗണ്ട് കാരണം നമ്മൾ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചും ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടു. ഇനിയിപ്പോൾ നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ജനറേറ്റർ ഇത്, അടുത്തത് ജനറേറ്റർ ഇത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും സൗണ്ടായിരിക്കും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇത് എഞ്ചിൻ്റെ റേഡിയേറ്ററാണ്. ഞാൻ നിൽക്കുന്നു, എൻ്റെ ഡബിൾ ഹൈറ്റ് ഉണ്ട് റേഡിയേറ്റർ, ഡബിളിൽ കൂടുതലുണ്ട്. അല്ല, എൻജിൻ അല്ല, എൻ്റെ കൈ തന്നെ ഉണ്ടോ. എൻജിൻ്റെ മുകളിൽ എത്തിയിട്ടില്ല. ഇതിൻ്റെ മാനിഫോൾഡിൻ്റെ സൈഡ് വരെ എത്തിയിട്ടുള്ളൂ. ബാക്കി ടർബോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലോട്ട് കിടക്കുക. അത്ര വലിപ്പമാണിത്. 2, 4, 6, 8 16 സിലിണ്ടറാണിത്. കുറച്ച് ദൂരം മാറി നമുക്ക് ഇതിൻ്റെ ഫുള്ള് വലിപ്പം നമുക്ക് കാണാൻ പറ്റും. 2 സ്റ്റാർട്ടിംഗ് മോട്ടറാണ് ഇത് വർക്ക് ചെയ്തത്. 4 ബാറ്ററി, രണ്ടും സെയിം സെറ്റാണ്. 2500 kV. ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. ഇതാണ് ജനറേറ്ററിൻ്റെ മുകളിലുള്ള പാനൽ ബോർഡ്. ഇതിൽ തന്നെ AMF കൺട്രോളറുണ്ട്. പക്ഷേ ഇതിലുള്ള കൺട്രോളർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം വേറെ കൺട്രോളർ നമ്മുടെ മെയിൻ പാനൽ ബോർഡിൽ വെച്ചിട്ടുണ്ട്. 2 ജനറേറ്ററിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൺട്രോളറുണ്ട്. പക്ഷേ അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല ഇതിൽ. കാരണം ഇത് മെയിൻ പാനൽ ബോർഡിൽ നിന്നും ഇത് സിങ്കർണൈസ് യൂസാണ്. അതായത് ലോഡിനനുസരിച്ച് ഓരോ ജനറേറ്ററും വർക്കാകും. ചിലപ്പോൾ 1 വർക്കാവും, ലോഡ് കൂടിക്കഴിഞ്ഞാൽ 2 വർക്കാവും. അപ്പോൾ അങ്ങനെ സിങ്കർണൈസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇത് മെയിൻ പാനൽ ബോർഡുമായിട്ടാണ് ഇതിൻ്റെ കണക്ഷനെല്ലാം വന്നിരിക്കുന്നത്. അപ്പം മെയിൻ പാനൽ ബോർഡിൽ വേറെ അഡീഷണൽ AMF പാനൽ 2 ജനറേറ്ററും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ AMF പാനലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും മാനുവലി. ഓട്ടോമാറ്റിക്കലി ഇത് നമ്മളൊന്നും ചെയ്യേണ്ടത്. ഇതിൽ ഓട്ടോയിലാണ് ഇപ്പോൾ കിടക്കുന്നത്, അല്ല ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പവർ ഫെയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് റണ്ണായി ലോഡ് കയറിപ്പോക്കോളും. അതുപോലെ പവർ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത്. നമ്മൾ ഈ ഓട്ടോ മോഡ് മാറ്റിയിട്ട് മാനുവലിലേക്ക് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതും രണ്ടിൻ്റെയും നമ്മൾ മാനുവൽ മോഡിലേക്ക് സെലക്ട് ചെയ്യണം. നമ്മൾ ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. നമ്മളിത് മാനുവലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എൻജിൻ റൺ ചെയ്ത് ഓടിച്ച് പിന്നീട് ഓഫാക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ച് നമ്മളിത് ഓട്ടോയിലേക്ക് തന്നെ നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാനുവലിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ രണ്ടും മാറ്റി. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ആദ്യം സ്റ്റാർട്ട് ചെയ്ത ജനറേറ്റർ റൂമിൻ്റെ അടുത്തേക്ക് എത്തി. ജനറേറ്റർ സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ സമയം ആകുന്നേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഉണ്ട്. ആ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വന്ന് ഓഫ് ചെയ്യാം. റോഡിലേക്കൊന്ന് ഇറങ്ങാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ വെള്ളി ശനിയുടെ അവധിയാണ്. അപ്പം വെള്ളി ശനി അവധി ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആൾക്കാരൊന്നും തന്നെ പോകുന്നില്ല. അപ്പം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് നമ്മുടെ ജനറേറ്റർ ഓഫ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ഓട്ടോയിലേക്ക് ഇട്ട് ഓണിലേക്ക് ഇടണം. നമ്മളിനി ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. വെയിലുണ്ടെങ്കിലും ചെറിയ നാട്ടൊക്കെ ഉണ്ട്. നേരെ വെയിലിൻ്റെ നേരെ നടക്കുന്നത് കാരണം അന്ന് നമ്മൾ അടുത്ത ജനറേറ്ററിൻ്റെ അടുത്തെത്തി. ആ റൂമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ബ്രേക്കർ ഓഫ് ചെയ്യാം. നമ്മൾ മാനുവലാക്കി സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജനറേറ്ററിൻ്റെ സൗണ്ട് ആയിരിക്കും. പിന്നെ പറയുന്നൊന്നും കേൾക്കത്തില്ല. ഓക്കെ, നമ്മളങ്ങനെ ആ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് മറ്റേ വലിയ ജനറേറ്റർ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതും കൂടെ ഓടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിവിടെ അരമണിക്കൂർ ഓടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ നമുക്കിപ്പം ആ വലിയ ജനറേറ്റർ ഓഫ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അങ്ങോട്ട് പോയി അത് ഓഫ് ചെയ്തിട്ട് വരാം. ഇത് ഫയർ അലാമിൻ്റെ പാനലാണ്. നമ്മളിത് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മളിത് ഡിസേബിൾ ചെയ്ത് തരണം. കാരണം ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആ പൊടി പറന്ന് ഇതിൻ്റെ സെൻസറിൽ വരികയും അത് അലാമായിട്ട് തീരുകയും ചെയ്യും. അപ്പം ഫയർ അലാമിൻ്റെ സെൻസറുമൊക്കെ ഭയങ്കര സൗണ്ടിൽ ബസറടിക്കും. അങ്ങനെ മാത്രമല്ല ഇവിടെ ഈ ഒരുപാട് എക്സ്റ്റിങ്ക്യൂഷർ, ഇതാണ് എക്സ്റ്റിങ്ക്യൂഷർ. ഈ സാധനമെല്ലാം ഫയർ അടിച്ചു കഴിഞ്ഞാൽ വൺ ടൈം ഇത് എല്ലാം പൊട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഫയറിൻ്റെ പാനൽ നമ്മൾ ഡിസേബിൾ ചെയ്തിരുന്നത്. എന്നിട്ടാണ് നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ജനറേറ്റർ ഓഫായതിന് ശേഷം നമ്മളത് വീണ്ടും പഴയ പോലെ തന്നെ ആക്കി വെക്കണം. മാനുവലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മളത് ഓട്ടോയിലേക്ക് ഇടുകയാണ്. ബ്രേക്കർ ഓൺ ചെയ്യണം. 5000 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്ക് കേട്ടോ. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത ജനറേറ്ററിൻ്റെ ഡീസൽ ടാങ്ക് അത് സെപ്പറേറ്റ് പുറത്ത് വെച്ചേക്കാണ്. അത് വലിയ ടാങ്കർ ലോറിയുടെയൊക്കെ പുറത്ത് ഉള്ള പോലത്തെ ടാങ്ക്. ഇത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ജനറേറ്ററിൻ്റെ റേഡിയേറ്ററിൻ്റെ ഭാഗം പുറത്തേക്ക് ഉള്ളതാണ്. റേഡിയേറ്ററിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ. ആ ഫാൻ ഇങ്ങോട്ടേക്കാണ് പുറത്തേക്ക് അതിൻ്റെ ചൂട് കാറ്റ് പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോസ് എല്ലാം
ചെറിയ ചെറിയ കോമഡി പോലത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മളൊന്ന് കഴിവതും പ്രോത്സാഹിപ്പിക്കണം. എന്താ പറയുക, ഇത് നമുക്കിങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. വീഡിയോ എന്താ പറയുക, ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ആൾക്കാരുടെ പ്രതികരണം എന്താണെന്ന് അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്യുന്നില്ലെന്നേ. അപ്പോൾ ഇപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ യൂട്യൂബിലേക്ക് ഇടേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മൊബൈൽ ഫോൺ കളിക്കാനുള്ളതല്ല, സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ പണി പാളും. അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ ഓഫീസ് പൂട്ടും.